ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ സീരിയലാണ്. അതാണിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രേംകുമാർ എന്ന് പറഞ്ഞുകൊണ്ട് പഴയൊരു നടനില്ലേ, അമ്മാവാ അമ്മാവാ എന്ന് ഞാൻ മേലോ വിളിക്കില്ല, അതാണ് ഉറുമീസ്. മനസ്സിലായല്ലേ? അല്ല, അങ്ങനല്ല, ഉറുമീസ് ഉറുമീസ് ഇന്ന് ഞാൻ മേലെ പറയില്ല, അതാണ് ഉറുമീസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ട് സിനിമയിലൊക്കെ കോമഡിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. നല്ല നടനൊക്കെയാണ്, ഒരു ഭക്തനാണ്, ഇങ്ങനെ പെന്തക്കോസ്ത് വിശ്വാസിയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങേര് പറയുക സീരിയൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വിഷമാണ്, എൻഡോസൾഫാൻ്റെ തരം അത്രയ്ക്ക് വിഷമാണ് ഈ പറഞ്ഞ സീരിയൽ. എൻഡോസൾഫാൻ ഈ മറ്റേ കീടനാശിനി ആയിട്ട് ഉപയോഗിക്കുന്ന. അപ്പോൾ അങ്ങനെ ഈ സമൂഹത്തിൽ ഒരു കീടനാശിനിയായിട്ടുള്ള സീരിയലാണെങ്കിൽ കീടങ്ങളൊക്കെ ചാകത്തുള്ളൂ. പിന്നെ എൻഡോസൾഫാന് സൈഡ് എഫക്ട്സ് മറ്റേ പ്രദേശത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ടായത് ഓവർഡോസ് മറ്റു കാര്യങ്ങളോ മറ്റേതായിരിക്കും, എന്തോ ആയിക്കോട്ടെ. പലയിടത്തും എൻഡോസൾഫാൻ ഉപയോഗിച്ചിട്ടുണ്ട്, ചില പ്രദേശങ്ങളിൽ മാത്രം പ്രശ്നമുണ്ട്. അതിനെപ്പറ്റി ഇപ്പോഴും വ്യക്തതയൊന്നും ആർക്കും ഇല്ല. എന്തെങ്കിലും ആട്ടെ, ഇങ്ങനത്തെ കീടനാശിനിയൊക്കെ, ഇങ്ങനത്തെ കീടങ്ങളൊക്കെ ഇത് കണ്ടിട്ട് എന്തിനും പറ്റുവാണെങ്കിൽ പോട്ടെന്നേ. സീരിയൽ എന്ന് പറഞ്ഞാൽ പിന്നൊരു കാര്യമുണ്ട്, വിഷമല്ല ശരിക്കും, അത് തീട്ടമാണ്. മനസ്സിലായ? അമേധ്യം, മറ്റേ അമേധ്യമ പ്രവർത്തകരെന്ന് കേട്ടില്ലേ, ഇപ്പം മറ്റേ ടി വിയിലൊക്കെ വാർത്തകൾ കള്ളവാർത്ത കൊടുത്ത് ജീവിക്കുന്ന അമേധ്യമ പ്രവർത്തകരില്ലേ, അവരുടെ അത്രയും പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റേ മാധ്യമ അധർമ്മം, ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടെ സീരിയലിനെ പൊക്കിയെടുത്തോണ്ട് വന്നതിനകത്ത് കാര്യമില്ലാതില്ല. സീരിയൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് കാണാൻ. ഞാൻ കണ്ടിട്ടില്ല. പണ്ടെങ്ങാണ്ടൊക്കെ കൊച്ചിലെ കുറച്ച് നാളൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ പലരും കണ്ടുകൊണ്ടിരുന്ന സീരിയലിനിടയിലൊക്കെ പോയി നോക്കുന്നതല്ലാതെ. പിന്നെ ഈ ജയ് ഹനുമാൻ പോലൊരു സീരിയൽ പണ്ട് കണ്ടിട്ടുണ്ട്. പിന്നെ മഹാഭാരതം, ആ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം ഇതൊക്കെ. ശക്തിമാനൊന്നും കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഭയങ്കര അലമ്പാന്നാണ് പറയുന്നത്. സീരിയൽ കണ്ടു കഴിഞ്ഞാൽ ഇതെന്തോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പലരും ആലോചിക്കാറുണ്ടത്രേ. വീട്ടുകാരൊക്കെ ഇത് കാണുമ്പോൾ എന്താണ് ഇവർ കാണുന്നത്, ഇവർക്ക് ആ സൗണ്ട് കേട്ടിട്ട് പോലും വളരെ അരോചകമായി തോന്നിയ ഒരുപാട് പേരുണ്ടെന്നാണ് ഇതിൻ്റെ പുറകെ പലരും കമൻ്റ് ഇടുന്നതും ഒക്കെ. എന്നെ വിളിച്ച് തന്നെ പറഞ്ഞു, അയ്യോ ശരിയാണ് പറഞ്ഞത്, ഇത് വിഷമൊന്നുമല്ല, അതിൽ കൂടുതൽ എന്തോ സാധനമാണ്. അങ്ങനെ അതിനിടയിൽ ധർമ്മജൻ വന്നിട്ട് ഇയാളെന്താ എല്ലാ സീരിയലിനും പുള്ളി പറഞ്ഞില്ല, ചില സീരിയലുകൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ ധർമ്മജൻ വന്നിട്ട് പ്രേംകുമാർ പണ്ട് സീരിയലിൽ നിന്ന് വന്ന ആളാണ്, മറക്കണ്ട എന്നൊക്കെ പറഞ്ഞു കളഞ്ഞു. ധർമ്മജന് പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല പലപ്പോഴും. എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നതൊന്നും വലിയ പിടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. വെറുതെ വന്ന് ഓരോന്നൊക്കെ പറയാറുണ്ട്. ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ പട്ടിക്കൂട്ടി കിടന്ന ടീമാണ്. അതുകൊണ്ട് ധർമ്മജൻ്റെ പറച്ചിലൊക്കെ കേൾക്കാൻ നല്ല രസമാണ് ചില സമയത്ത്. എവിടെ നിന്ന് വന്നതാണേലും എന്തോ ഒരു കാര്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് പറയുക എന്നുള്ളതൊക്കെ ഉള്ളൂ. ആ പറഞ്ഞതിനകത്ത് വലിയ തെറ്റൊന്നുമില്ല, ഭയങ്കര അരോചകമാണ് അത്. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെയൊക്കെ ചെറിയ ക്ലിപ്പൊക്കെ കണ്ടാൽ മതി. ഓരോരുത്തർ ഈ വീഡിയോ എടുത്ത് റോസ്റ്റ് ചെയ്യത്തില്ലേ, അല്ലെങ്കിൽ ഇമാതിരി ട്രോൾ ചെയ്യുന്ന ട്രോളന്മാരൊക്കെ എടുത്തുകൊണ്ട് വരും ചില സീരിയലുകളിൻ്റെയൊക്കെ ക്ലിപ്സൊക്കെ. അയ്യോ എന്തോ ഈ കാണിച്ചു കൂട്ടുന്നത്, വല്ലാത്തതരം ബന്ധങ്ങളും ഏതാണ്ടൊക്കെ കാണിക്കുന്നു കിടന്ന്. അയ്യോ, ഇത് പ്രത്യേക ഒരു രീതിയിലാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് തോന്നുന്നു. എങ്ങനെ വലിച്ചു നീട്ടാം, എങ്ങനെ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കാം, ആവശ്യമില്ലാത്ത പരിപാടികൾ എങ്ങനെ കണ്ടുപിടിക്കാം, ഇതിനകത്തൊക്കെ റിസർച്ച് ചെയ്യുന്നൊരു ടീമാണ് മലയാള സീരിയൽ. തമിഴ് സീരിയലൊക്കെ എന്താണെന്ന് അറിയത്തില്ല. എന്നാലും ഈ നാട്ടിൽ ഇങ്ങനെയാണ്. സിനിമയാണെങ്കിലും കണക്കല്ലേ, അതിന് സീരിയലിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സിനിമ ഇതുപോലത്തെ വേറൊരു ടൈപ്പ് ശാസ്ത്രജ്ഞന്മാരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ഇവിടുത്തെ സിനിമകളും മിക്കതും കൊള്ളത്തൊന്നുമില്ല. ഇപ്പോൾ തന്നെ മാർക്കോ എന്നൊരു പടം വരുന്നുണ്ട്, ഉണ്ണിമൂന്നിൻ്റെ 18 വയസ്സ് താഴെയുള്ളവർ കാണണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടപ്പുണ്ട്. ഭയങ്കര വയലൻസ് ആണത്രേ. എന്ത് വയലൻസ്, കുറേ പേര് വെട്ടിക്കൊല്ലുന്ന സീൻ കാണും, അത്രേ ഉള്ളൂ. അതൊക്കെ കണ്ടിട്ട് എന്താ പ്രയോജനം എനിക്കറിയത്തില്ല. പിന്നെ ഉണ്ണിമൂന്നെന്ന് പറഞ്ഞാൽ നടനേ ഉള്ളൂ ഇപ്പോൾ ഇച്ചിരി വൃത്തിക്ക് നിൽക്കുന്നത്, ബാക്കി എല്ലാം പെസരാ. പണ്ട് എനിക്ക് ഇവനോട് വലിയ താല്പര്യമൊന്നുമില്ല, അന്ന് പല ഈ അളിഞ്ഞ പണിയൊക്കെ കാണിക്കാൻ, ഈ ഭക്തിയും. ഇപ്പം അതൊന്നും ഇല്ല. പിന്നെ കൂട്ടത്തിൽ ഭേദമാണോ എന്ന് തന്നെ ഇപ്പോൾ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് ഇയാളുടെ ഈ പടം ഒന്ന് കണ്ടു നോക്കണം. അഭിനയമൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിതിൽ ഉണ്ണിമൂന്നിൻ്റെ സിനിമയൊന്നും കണ്ടിട്ടില്ല. ഈ പുറത്ത് കിടന്ന് ഈ സോഷ്യൽ മീഡിയ വന്ന് കാണിക്കുന്ന മണ്ടത്തരങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ നോക്കിയപ്പോൾ ഈ ബാലയായിട്ടുള്ളൊരു പ്രശ്നത്തിലാണ് ഈ ഉണ്ണിമൂന്നിനോട് എനിക്ക് ആദ്യം ഒരു സംശയം തോന്നി. പക്ഷെ അതല്ല, ബാല അതിലും കൂടി എന്നുള്ളത് ബാല പിന്നീട് തെളിയിച്ചു. പിന്നെ സീക്രട്ട് ഏജൻറ്റുമായിട്ട് ഫോൺ കോൾ ചെയ്ത് എന്തോ ചീത്തകളൊക്കെ നടത്തി, അതൊക്കെ മണ്ടത്തരമായിപ്പോയി. അങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരാവശ്യവും ഈ ഉണ്ണിമൂന്നിനില്ല.
അത്രയും കുറച്ച് മണ്ടത്തരങ്ങൾ ഒഴിച്ചു വെച്ചാൽ ആൾ വളരെ നീറ്റാണെന്നാണ് തോന്നുന്നത്. ഇതുവരെ വേറെ ഒരു അലമ്പും ഇല്ല. മനസ്സിലായോ? ഒരു പാവ മനുഷ്യൻ, വെറുതെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരാളാണെന്ന് തോന്നുന്നു. എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടായിരുന്നു. അതുപോലെ പലരും വിചാരിച്ച പോലത്തെ ഒരാളല്ല, വലിയ അലമ്പൊന്നും ഇല്ലെന്നേ. പടത്തിലൊക്കെ അഭിനയിച്ച അയാളുടെ വഴിക്ക് പോകുന്നു, വെറുതെ കുറേ പിന്നെ ഈ പ്രൊമോഷൻ സമയത്ത് വരുന്ന പോലെ വരുന്നു, അല്ലാതെ കോൺട്രവേഴ്സീസ് ഒന്നും ഇപ്പോൾ പിടിക്കുന്നൊന്നുമില്ല. പിന്നെ ഇച്ചിരി ഭക്തിയുണ്ട്, അത് അയാളുടെ ജീവിത സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്. മണ്ടത്തരമാണ്. അതിനൊന്നും നമുക്കൊരിക്കലും ഇയാളിങ്ങനെ വന്നുകൊണ്ട് ഇതിനൊന്നും പ്രൊമോട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അതൊന്നും വലിയ താല്പര്യം എനിക്കും ഇല്ല. പിന്നെ വ്യക്തി എന്ന നിലയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നില്ല. നല്ല അലമ്പ് ടീംസായിട്ട് എല്ലാം അവിടെ കൊണ്ടായിട്ടുണ്ട്. മേജർ രവിയൊക്കെ എടുത്ത് പൊക്കി നിലത്തടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യനായിരിക്കും. അല്ലെങ്കിൽ ഈ തറകളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ സഹിക്കും? അത്രയും പണി കാണിച്ചപ്പോഴായിരിക്കും ഈ ഉണ്ണിമുതനൊക്കെ എടുത്ത് അങ്ങനത്തെ പ്രതികരണമൊക്കെ വന്നത്. അതുപോലെ തന്നെ ഈ ബാലയെ പോലത്തെ നാറിയൊക്കെ ആയിട്ട് ഇടപെട്ട് കഴിഞ്ഞാലല്ലേ, ആദ്യം ഞാൻ തെറ്റിദ്ധരിച്ചെന്നേ, ആ ബാല ഒരു പാവാന്ന് ആദ്യം വിചാരിച്ചത്. എന്നിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടു. പിന്നെ കാണിക്കുന്ന തോന്നിവാസവും പോക്കൃത്തരവും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നിട്ട് ഇപ്പോൾ അവരുടെ വൈക്കത്തെങ്ങാണ്ട് പോയി താമസിക്കുന്നു. പറഞ്ഞു വിടാനുള്ളതിന് ഇവിടെ നിന്ന്. പക്ഷെ പോകണം, ഈ നാട് വിട്ട് പോകണം, അതാണ് എൻ്റെ താല്പര്യം. ഇവിടെ നിൽക്കരുത്. ഇവിടെ നിന്നാൽ പോയി. ഇവിടെ നിൽക്കാൻ പറ്റുന്നൊരവസ്ഥയല്ല ഇപ്പോൾ. വേഗം വിട്ട് പൊക്കോ, അതായിരിക്കും നല്ലത്. നാട്ടുകാർ തെറി വിളിക്കുന്ന എല്ലാവരും തെറി വിളിക്കുക. കാണുന്നവർ മൊത്തം പറഞ്ഞ് അണ്ണാച്ചി പോയില്ലേ എന്നൊക്കെ ചോദിക്കും. ഇവനെ ഒന്ന് ഈ നാട്ടിൽ നിന്നൊന്ന് കയറ്റി വിടാവോ എന്നൊക്കെ. അത്രയ്ക്ക് അവസ്ഥയാണ്, ഗതികേടാ. ആർക്കും വേണ്ടാതായേ, ആർക്കും വേണ്ടാത്തൊരുത്ത് ഇതുപോലെ അലമ്പ്. എന്തൊരു അലമ്പാ! അയ്യോ, ഇപ്പം അടുത്ത ഒരു പെണ്ണിനെ കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി എന്നാണെന്നറിയത്തില്ല അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ്. അതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു പറ്റി അന്നെല്ലാവരും തെറ്റിദ്ധരിച്ചില്ലേ, ഇവൻ ഈ കിടന്നുകൊണ്ട് വയ്യാത്തവൻ കിടന്ന് കഷ്ടപ്പെടുന്ന പോലെയൊക്കെ അഭിനയിച്ച് ആളെ പറ്റിച്ച്. പിന്നെ പറ്റിയിട്ടില്ല, പിന്നെ അങ്ങോട്ട് ഗതികേടായിപ്പോയി, അങ്ങ് അതപ്പതിച്ച്. എല്ലാവർക്കും മനസ്സിലായി ഫ്രോഡ് തരമൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ എത്ര നാളിങ്ങനെ കള്ളത്തരം കാണിച്ച് പിടിച്ചിരിക്കും. അതൊന്നും നടന്നില്ല. പക്ഷെ ഉണ്ണിമുകുന്ദൻ എന്താ ചെയ്തത്? ഉണ്ണിമുകുന്ദൻ ഒരു കുഴപ്പമില്ല. ഉണ്ണിമുകുന്ദൻ വളരെ ഡീസൻ്റായിട്ട് അയാളെ പണി ചെയ്ത് പോയി. ഇപ്പോഴത്തെ നല്ല പേര്, നല്ല സിനിമ, പാൻ ഇന്ത്യൻ ലെവൽ വരെ എത്തി. അങ്ങനെ വേണം. അല്ലാതെ ഇതൊരുമാതിരി ഒരാൾ താഴോട്ട് പോകുന്നു, വേറൊരാൾ മുകളിലോട്ട് പോകുന്നു. അത്ര ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അതായാലും കൊള്ളാം, വളരെ നല്ല കാര്യമാണ്. ഭക്തി ഒഴിച്ച് ബാക്കി എല്ലാ പരിപാടി. ഇനി ആ സിനിമ ഒന്ന് കാണണമെന്നുണ്ട്. ഞാൻ അങ്ങനെ ഉണ്ണിമുകുന്ദൻ്റെ പടമൊന്നും കണ്ടിട്ടില്ല, ഇത് കാണണം. ഇനി അഭിനയം എന്നൊക്കെ പറയുന്നത് എന്തുവാന്നേ, ഇവിടെ ഈ പറഞ്ഞ പോലെ നെപ്പോട്ടിസവും ഈ പറഞ്ഞ നെപ്പോട്ടിക് കിഡ്സ് കാണുന്ന കാണിക്കുന്നതിനേക്കാൾ ഭേദമായിരിക്കും എങ്ങനെ നോക്കിയാലും. ഇവൻ വളരെ സ്ട്രഗിൾ ചെയ്ത് വന്നതെന്നും പറയുന്നുണ്ട്. അപ്പോൾ മറ്റവരെക്കാൾ എന്തുകൊണ്ടും ഭേദമായിരിക്കും. അങ്ങനെ ഒരാളെ സപ്പോർട്ട് ചെയ്യാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടെ പോരാന്ന് പറയുന്നതൊന്നും ശരിയല്ല ഒരു വിധത്തിൽ നോക്കി, അല്ലേ? മറ്റവർക്കൊക്കെ കിട്ടുന്ന അവസരങ്ങൾ ഉണ്ണിമുകുന്ദന് കിട്ടിയെന്ന് ചിലപ്പോൾ ഉണ്ണിമുകുന്ദൻ ഇതിന് നല്ലൊരു നടനായി മാറി. മാത്രമേ ബോഡിയൊക്കെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇച്ചിരി ഈ പറഞ്ഞ പോലെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് വരുന്നില്ല. എല്ലാം കൊണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു നടനായിട്ടാണ് കണ്ടേക്കുന്നത്. എന്താണെങ്കിലും കൊള്ളാം. മാർക്കോ എന്തും ആയിക്കോട്ടെ, ചുമ്മാ ഒന്ന് കാണണം. ഇത്രയും വലിയ പബ്ലിസിറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട്. മലയാളത്തിലെ ഏറ്റവും എന്താ പറയണ്ടേ, വയലൻറ്റ് മൂവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. വയലൻസിലൊന്നും എനിക്കും താല്പര്യമൊന്നുമില്ല. പിന്നെ 18 വയസ്സിൽ താഴെയുള്ള പിള്ളേരെ കാണരുത് എന്നവർ പറഞ്ഞതും വളരെ മാന്യമായിട്ടുണ്ട്. ഇവിടെ പല മുന്തിയനം നടന്മാരുടെ പടത്തിലും പറയാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വളരെ നല്ല കാര്യം. എല്ലാം കൂടെ നീറ്റായിട്ട് തോന്നി.